വൺ പീസ് മാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങളെൻ്റെ പ്രീവിയസ് വീഡിയോ കണ്ടു കാണുക. അതിനകത്ത് നമ്മൾ ആനിവേഴ്സറി എഡിഷൻ ഷാങ്സിൻ്റെ കാർഡ് OP30 നിന്ന് പുള്ളി ചെയ്യുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും. അപ്പോൾ നിങ്ങളെ കൂട്ട് തന്നെ ഞാനും ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് എന്നെക്കാളും കൂടുതൽ ഹാപ്പി നിങ്ങളാണ്. കാരണം ഒരുപാട് പേര് എനിക്ക് ഇൻബോക്സ് അയച്ചു. അപ്പോൾ എനിക്കൊരു പുള്ളി കിട്ടി കഴിയുമ്പോഴേക്കും, അല്ലെങ്കിൽ ഞാനൊരു കാർഡ് ഹിറ്റ് കിട്ടി കഴിയുമ്പോഴേക്കും എന്നെക്കാളും സന്തോഷം മറ്റുള്ളവർക്കെന്ന് അറിയുമ്പോഴേക്കും അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. സോ താങ്ക്സ് എവരി വൺ. സോ അതുകൊണ്ട് കാരണം ഇപ്പോൾ വേറെ മാർക്കറ്റിലൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഒരു 4 ബോക്സുകൾ വാങ്ങിച്ച് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വേറെ ഒന്നുമല്ല, വേറെ പ്രോഡക്റ്റ്സ് ഒന്നും മാർക്കറ്റിൽ കിട്ടാനില്ല. പിന്നെ ഞാൻ കടലിൽ 4 ഉള്ളായിരുന്നു, അത് ഞാനിങ്ങനെ തൂക്കി. അപ്പം ഇത് 4 ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇത് നമുക്ക് എന്തെങ്കിലും ഹിറ്റ്സ് കിട്ടുമില്ലോ നോക്കാം. എനിക്ക് ഒരു പ്രതീക്ഷയൊന്നുമില്ല, കാരണം ഓൾറെഡി അതൊന്നും നമുക്ക് ഒരു SP കിട്ടില്ല. അപ്പം ബോക്സ് അത് വേറെ ഒന്നും കാണത്തില്ല. ഒരു എപ്പിസോഡ് ഓടാൻ വേണ്ടിയും പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്യണ്ടേ നമുക്ക്. ഇല്ലെങ്കിൽ പഴമട്ടത്തിൽ റെഡ് മാഗ് കിട്ടിയാലും എനിക്കൊരു പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും ഈ 4 പാക്ക് 4 ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യും. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബ്രോ ചോദിച്ചായിരുന്നു, ബ്രോ എന്താ ഇപ്പോൾ ഗിവ് അവേസ് ഒന്നും ഇല്ലയോ എന്ന്. അതുകൊണ്ട് ഒരു ഗിവ് അവേ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു വെറൈറ്റി ഗിവ് അവേ, പാക്കൊന്നുമല്ല, കാർഡ്സാണ്. എനിക്ക് കാർഡ്സ് ഗിവ് ചെയ്യുന്നത് എനിക്കിഷ്ടം. കാരണം പാക്ക് കൊടുത്തിട്ട് പാക്കിൽ നിന്നൊന്നും കിട്ടിയില്ല, അത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോൾ. സോ ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്ന വോളിയം 6 ലോയിൻ്റെ ഒരു പ്രോമോ കാർഡാണ്. ഇതിന് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഇതിപ്പം ഈ IB ബോക്സ് എല്ലാം ഇപ്പം സർക്കുലേഷൻ കഴിഞ്ഞാൽ പിന്നെ സാധനം കിട്ടാൻ പോകുന്നില്ല. ഇതിൻ്റെ റീപ്രിൻ്റ് ഒന്നും ഇനി വരാൻ പോകുന്നില്ല. അപ്പം ലോയിൻ്റെ ഈ പ്രോമോ കാർഡ്, റോസിയാൻ്റെ ഈ പ്രോമോ കാർഡ്, സാബോൻ്റെ പ്രോമോ കാർഡ്, അത് നമ്മളെ വോളിയം 5 നിന്ന്, പിന്നെ ഏസിൻ്റെ പ്രോമോ കാർഡ്. ഇതിൻ്റെ ബാക്കി ഒരു കാർഡും കൂടെ ഉണ്ട്. അത് ഈ പ്രോമോസ് ഒന്നുമല്ല, ഞാൻ സ്വന്തമായിട്ട് പുൾ ചെയ്ത OP40 ഒരു നല്ലൊരു പുള്ളാണ് ഇത്. ഇതെല്ലാം ഗിവ് ചെയ്യാൻ വേണ്ടിയാണ്, ഒരാൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഗിവ് വരുന്നത്. ഗിവ് പങ്കെടുക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറയുന്നതായിരിക്കും. സോ അടുത്ത കാർഡ് നമുക്ക് റിവീൽ ചെയ്യാം. ഏസിൻ്റെ ബാക്കിൽ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? അത് ഗൈസ് ഒരു ഓൾട്ടാർട്ട്. ഈ ഓൾട്ടാർട്ടാണ് OP40 ഞാൻ പുള്ളിയത്. ഈ ഓൾട്ടാർട്ടാണ് ഓൾട്ടാർട്ടെന്നല്ല, ഈ ഓൾട്ടാർട്ടും നമ്മുടെ ഗിവ് അവേയിൽ ഉൾപ്പെടുത്തിയിരിക്കുക. അപ്പോൾ ഈ 5 കാർഡാണ് ഗിവ് അവേയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ഞാൻ വീഡിയോ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് പറയുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളെല്ലാം ഹാപ്പി അല്ലേ? തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും. കാരണം എനിക്ക് പാക്ക് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം പാക്ക് ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്ത പാക്കിൽ ഒന്നും കിട്ടിയില്ലെന്ന് വരും. അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇത്ര നല്ല പുള്ള്, അല്ലെങ്കിൽ ഞാൻ പുള്ള് എൻ്റെ ഓൺ പുൾസ് നിങ്ങൾക്ക് തരുമ്പം നിങ്ങൾക്ക് ഒരു പ്രതീക്ഷകളുണ്ടല്ലോ, ഓക്കെ ഈ കാർഡ്സിൽ എനിക്കുണ്ടെന്ന്. അതുകൊണ്ട് ഗിവ് അവേ എല്ലാവരും പങ്കെടുക്കണം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യില്ല. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇല്ലുസ്ട്രേഷൻ ബോക്സസ് എല്ലാം ഓപ്പൺ ചെയ്യാം. ഈ ബോക്സസ് എല്ലാം ഓപ്പൺ ചെയ്ത് പാക്സ് എല്ലാം ഞാൻ വെക്കാൻ പോകുന്നത്. ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് ഞാൻ കാണിക്കാൻ പോകുന്നത്. പ്രോമോസ് ഞാൻ കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് 4 ബോക്സിനായിട്ട് 8 OP30 8 PRB-O2 ഞാൻ നേരെ എൻ്റെ ഡെസ്കിൽ വെക്കുന്നതായിരിക്കും. എന്നിട്ട് നേരെ നമ്മൾ ഓപ്പൺ ചെയ്യും, നമുക്ക് പുള്ളുമെല്ലാം കിട്ടുമെന്ന് നോക്കും. സോ ഗൈസ് കം ഓൺ. ഓൾറൈറ്റ് ഗൈസ്, എല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ 8 പാക്ക് OP30 8 പാക്ക് PRB-O2 ഉണ്ട്. പിന്നെ കഴിഞ്ഞ വട്ടം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു ബ്രോ പറഞ്ഞ് ഫോർ ഗോഡ് സേക്ക് സ്ലീവ്സ് റെഡിയാക്കി വെക്കാൻ. സോ ഞാൻ ഈ വട്ടം സ്ലീവ്സ് റെഡിയാക്കി വെച്ചപ്പോൾ കഴിഞ്ഞ വട്ടം ഞാൻ മറന്നു സ്ലീവ്സ് സൈഡിൽ വെക്കാൻ വേണ്ടി. അപ്പോൾ പിന്നെ എനിക്ക് വലിയ പ്രതീക്ഷയില്ല, ഇതൊക്കെ ചുമ്മാ ഡെഡ് പാക്സ് ആവാൻ ചാൻസ് ഉള്ളൂ. കാരണം ഒരു ബോക്സിൽ നിന്ന് ഒരു ഹിറ്റാണ് എൻ്റെ ഇത്. അതുകൊണ്ട് നമുക്ക് അറിയില്ല, നമുക്ക് നോക്കാം ഹിറ്റ് വല്ലതും കിട്ടുമില്ലോ നമുക്കറിയത്തില്ല. കിട്ടിയാൽ നമുക്ക് ലക്ക് അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷ ഞാൻ വെക്കുന്നില്ല. പിന്നെ നമുക്ക് ഇപ്പം സാധനം കിട്ടാനില്ല, MSRPയിൽ ഒട്ടും സാധനം കിട്ടാനില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ സാധനം വാങ്ങിക്കാൻ പോയപ്പോൾ കണ്ടപ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് എല്ലാവർക്കും താങ്ക്സ് പറയാനുണ്ട്. കാരണം ഞാൻ എനിക്കൊരു ഹിറ്റ് കിട്ടി കഴിയുമ്പോൾ ഇത്രയും സപ്പോർട്ട് എല്ലാവരുടെ അടുത്തും വരുമെന്നും എനിക്ക് DMs കിട്ടുമെന്നും ഞാൻ ഇത്രയും ഒരിക്കലും വിചാരിച്ചതല്ല. സോ ഗൈസ് താങ്ക് യു, എല്ലാവരും താങ്ക് യു. ക്യാരറ്റിൻ്റെ ഡ്രസ്സാറ് നൈസ്, അതിൻ്റെ ബാക്കിൽ ട്രാക്ക് മീ ഹോക്കിൻ്റെ പ്രൊമോ കാർഡ് നൈസ്. പിന്നെ നമുക്ക് PRB-O2 ഹാസ് ഓൾവേസ് ബീൻ കൈൻഡ് ടു അസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹിറ്റ് എപ്പോഴും PRB-O2 കിട്ടാറുണ്ട്. OP30 എപ്പോഴും നമുക്ക് ശോകം കിട്ടുന്ന സെറ്റ്. കാരണം നിങ്ങൾ എൻ്റെ ചാനൽ കണ്ടു തുടങ്ങിയപ്പോൾ ഓക്കെ ഒരു ഡോൺ പാക്ക് ആണത്. സോ ഇതിനകത്തൊന്നും ഹിറ്റ്സൊന്നും കാണത്തില്ല. ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം. നിങ്ങളെൻ്റെ ചാനൽ കണ്ടു തുടങ്ങിയ കാലം തൊട്ട് നിങ്ങൾക്കറിയാം ഞാൻ എത്ര കാലം OP30 ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞ ദിവസമാണ് എനിക്ക് OP30 ഒരു ഹിറ്റ് കിട്ടിയത്. സോ അതുകൊണ്ട് OP30 എന്തോ ഒരു ഭാഗ്യം, ആരുടെ ഒരു ഭാഗ്യം, എൻ്റെ ഭാഗ്യമാണ് ആരുടെയും ആട്ടെ, ഒരു ഭാഗ്യം കൊണ്ട് എനിക്ക് ഒരു ഹിറ്റ് കിട്ടി. ഇത് മിക്കവാറും ഒരു ലീഡർ പാക്ക് ആയിരിക്കും, ഉറപ്പാണ്. EMUവിൻ്റെ ലീഡർ. ഞാനിപ്പോൾ EMUവിൻ്റെ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ EMUവിൻ്റെ ലീഡർ കിട്ടുന്നതുകൊണ്ട് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ബോവാൻ്റെ ഒരു ഇറക്കാണ് അതിൻ്റെ ബാക്കിലായിട്ട് സ്ഥിരം കാണുന്നത് ഹിയോരി. പിന്നെ നമുക്ക് ഒരു ഡോൺ കാർഡും കിട്ടി, നൈസ്. ഞാൻ പറഞ്ഞ ഇനിയുള്ള പാക്സിൽ നിന്നും വലിയ ഹിറ്റ് എനിക്ക് കിട്ടുമില്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല. കിട്ടിയാൽ നമ്മൾ ഹാപ്പി, ഈ കിട്ടിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക്
ഈ വീഡിയോ എടുപ്പോടെ നിർത്താൻ പറ്റത്തില്ലല്ലോ. കാരണം എനിക്ക് മനസ്സിലായ കാര്യമാണ്, എനിക്കൊരു ഹിറ്റ് കിട്ടുന്നത് എല്ലാവർക്കും കിട്ടുന്ന കൂട്ടാണ്. എന്നെക്കാൾ സന്തോഷമായിരുന്നു എനിക്ക് ഹിറ്റ് കിട്ടിയപ്പം നിങ്ങളെല്ലാവരും എനിക്ക് കാണാൻ പറ്റിയത്. സോ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഗൈസ്. നമുക്ക് ഒരു പുള്ളെങ്കിൽ, ഒരു ഡീസൻറ്റ് പുള്ളെങ്കിൽ ഇന്ന് പുള്ളിയണം എന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അതാണ് ഞാൻ ഇന്ന് മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സാബോൻ്റെ ഒരു SR, അതിൻ്റെ ബാക്കിൽ കൽഗാഴ നൈസ് ജൂവലറി ബോണി, പിന്നെ ഷോഷിയുടെ ഒരു ഡോൺ. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടലി 3 പാക്സ് ഓപ്പൺ ചെയ്തു. നമുക്ക് ഒരു ഹിറ്റും കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പം കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഒരു ഇലിസ്ട്രേഷൻ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോൾ ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ തിയറി ശരിയായിരിക്കും, ഡെഡ് ബോക്സ് ആവാനാണ് ചാൻസ്. എനിവേ നമുക്ക് നോക്കാം. നമുക്ക് ഹിറ്റ് കിട്ടുന്ന വരെ നമ്മൾ ഓപ്പൺ ചെയ്യും. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണമെങ്കിൽ ഇലിസ്ട്രേഷൻ ബോക്സ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യായിരുന്നു. പക്ഷേ ഇപ്പം മാർക്കറ്റിൽ MSRP ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇത് വാങ്ങിച്ചിട്ട് 3 ഇരട്ടി വിലക്കാണ് ഓരോരുത്തന്മാർ വിൽക്കുന്നത്. അപ്പോൾ ആ പൈസ കൊടുത്ത് ഒരു വട്ടം ഒരു പാക്ക് ഞാൻ വാങ്ങിച്ചു ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇതിൻ്റെ ബാക്കിൽ എന്തിനുണ്ടോ റഫാകല്ലോ. സോ ഫസ്റ്റ് ബോക്സ് ഡെഡ് ബോക്സ് ആയിരുന്നു, ഒന്നും കിട്ടിയില്ല നമുക്ക്. ഇനി നമുക്ക് അടുത്ത ബോക്സിൻ്റെ അടുത്ത ബാക്കിലോട്ട് പോകാം. അപ്പോൾ എനിക്കൊന്ന് 2 OP13ഉം PRV-02 ഇപ്പോൾ ഓപ്പൺ ചെയ്തു. PRV-02 നമുക്ക് എപ്പോഴും നല്ല ഹിറ്റ് ചെയ്യുന്ന ഒരു സെറ്റാണ്. ലൈക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് സെറ്റ്സ് തന്നെ പറയാം. എനിക്ക് എപ്പോഴും നല്ല ഹിറ്റുകൾ എനിക്ക് PRV-02 ആണ് കിട്ടുന്നത്. വൺ ഓഫ് മൈ ഫേവറേറ്റ് സെറ്റ്സ് ആൻഡ് വൺ ഓഫ് മൈ വേഴ്സ്റ്റ് സെറ്റ്സ് ടു എവർ ഓപ്പൺ. രണ്ടും കൂടി ഇപ്പോൾ കോമ്പീറ്റ് ചെയ്യുവാന്ന് തോന്നുന്നു. എനിവേ നൈസ് സാഞ്ചിയുടെ ഒരു SR. അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ജിംബയുടെ ഒരു പ്രൊമോ കാർഡ്, പിന്നെ അതിൻ്റെ ബാക്കിൽ ജൂവലറി പോണി, ഇതിൻ്റെ ബാക്കിൽ ഇതാരായിരുന്നു ഇയാളുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു ഡോൺ കാർഡ്. ഇനി പിന്നെ നമ്മൾ OP13 നോട്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 5 ഇത് ലീഡർ പാക്കാണ്. സോ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ ലക്കൊക്കെ കഴിഞ്ഞ ഇതിലൂടെ തീർന്നു. ഇനി നമുക്ക് ലക്കൊന്നും പറയാൻ സാധനമില്ല. 2026 ലക്ക് മൊത്തം എൻ്റെ കഴിഞ്ഞ വീഡിയോ തീർന്നു കഴിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും, ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോ സംഭവിച്ചത്. 2 SP കാർഡ് പുള്ള് ചെയ്യുക, അതിലൊരെണ്ണം ഷാങ്സിൻ്റെ ആനിവേഴ്സറി കാർഡ്. അതൊന്നും ഞാൻ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീഡിയോ നമുക്ക് സംഭവിച്ചത്. അതുകൊണ്ട് എൻ്റെ ഈ വർഷത്തെ ലക്ക് ഫുള്ള് തീർന്നു. ഇനി 2020 പിന്നെയും പോവും. കൊള്ളാം, പിന്നെയും പോവാം. പിന്നെ സോറോടെ ഒരു കാർഡ്, ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഹാഫ് വേ ത്രൂ ആയിട്ടുണ്ട്. നമുക്കിനി ഗിവേയുടെ കാര്യം സംസാരിക്കാം. ഗിവേ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എപ്പോഴും പറയുന്ന കൂട്ട് തന്നെ വൺ പീസ് മാസ്റ്റർ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം തീർച്ചയായും. അതുപോലെ തന്നെ എൻ്റെ മാസ്റ്റേഴ്സ് TCG വേഴ്സ് എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യണം. പിന്നെ മൂന്നാമതായിട്ട് എപ്പോഴും പറയുന്ന കൂട്ട് നിങ്ങളുടെ അനിമേ ഫ്രണ്ട്സായ 3 ഫ്രണ്ട്സിനെ അത് ടാഗ് ചെയ്യുക. അപ്പം അങ്ങനെ ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഗിവേയിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും. ഗിവേയുടെ വിന്നറിനെ ഞാൻ ഈ മാസം 25-ാം തീയതി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അത് മാത്രമല്ല, വേറെ 2 ഗിവേ പെൻഡിങ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ഗിവേ അതിന് അനൗൺസ് ചെയ്യാത്ത വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഇന്ന് അനൗൺസ് ചെയ്യുന്ന നാളെ അനൗൺസ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും എന്നും ഡെയിലി അതിനകത്ത് ഓരോ ആൾക്കാർ പുതുതായിട്ട് പങ്കെടുക്കുന്നുണ്ട്. നൈസ് മങ്കിയുടെ ഒരു SR കാർഡ്, എന്നും അത് ഓരോ ആൾക്കാർ ഡെയിലി പങ്കെടുക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും അതിങ്ങനെ ലാഗ് അടിക്കുന്നത്. അത് ഉടനെ ഞാൻ 2 ദിവസമില്ല അതിൻ്റെയും വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിൽ നിന്ന് നമുക്കൊന്നും കിട്ടിയില്ല. അത് നറൂട്ടോ പാക്സിൻ്റെ ഗിവേയും, പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച ആ വൺ പീസിൻ്റെ പ്രോമോ പാക്സും, പിന്നെ ഇതും കണ്ടില്ലേ, ഇതും ഒരു ലീഡർ പാക്ക്. സോ ഡെഡ് ബോക്സസ് ആയിരുന്നു, ഡെഡ് ബോക്സസ്. ഇനി എല്ലാ ഇതിനെയും മറികടന്നുകൊണ്ട് നമുക്ക് ഹിറ്റ് വല്ലതും കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് നറൂട്ടോ കാർഡ്സിൻ്റെ ഗിവേയും, പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ടൂർണമെൻറ്റ് പാക്കും പ്രോമോ കാർഡ്സിൻ്റെയും ഗിവേ ഞാൻ ഉടനെ പറയുന്നതായിരിക്കും. അതിന് ദിവസം ഡെയിലി അതിനകത്ത് ഓരോ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്, ആൾക്കാരതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും മുന്നോട്ട് നീട്ടി പോയത്. അപ്പോൾ ഇനി അത് ഒരുപാട് നീട്ടി വെക്കുന്നില്ല. മേ ബി വിത്തിൻ 2 or 3 ഡേയ്സിനുള്ളിൽ തന്നെ അതിൻ്റെ എല്ലാത്തിനെയും വിന്നേഴ്സിനെ ഞാൻ ചെയ്യും. അപ്പോൾ നമുക്കിനി ഇത് ഇപ്പോൾ സ്പീഡ് റൺ ചെയ്യാം. എനിക്ക് തോന്നുന്നില്ല, ഞാൻ എൻ്റെ തിയറി കറക്റ്റായിരുന്നു, ഇതിൽ നിന്ന് കിട്ടേണ്ട ഹിറ്റ് ഞാൻ തന്നെ എടുത്തു. ഇനിയിപ്പോൾ ഞാൻ അത് ഹിറ്റൊന്നും ബാക്കി കാണാൻ ചാൻസ് ഇല്ല. സോ ഇത് സ്പീഡ് റൺ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. റഷ്യൻ്റെ കിഡിൻ്റെ SR, മങ്കിരി ലുഫി, ഗോഡ് ത്രെഡ്, സാൻജിയുടെ നോർമൽ ഡോൺ കാർഡ്. സോ ഇന്ന് സ്ലീവ്സ് ഒക്കെ ആയിട്ട് റെഡി ആയിരുന്നിട്ട് ഒറ്റ ഹിറ്റ് പോലും ഇല്ലല്ലോ. ഒറ്റ ഹിറ്റ് പോലും ഇല്ല. അടിപൊളി. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ സ്ലീവ്സും ഒന്നും ഇല്ലാണ്ട് എനിക്കൊരു പ്രതീക്ഷ ഇല്ലാണ്ട് വന്നിരുന്നതുകൊണ്ട് ആയിരിക്കണം എനിക്ക് ഹിറ്റ് ദയവായിട്ട് കൊണ്ട് തന്നത്. ഇതിപ്പോൾ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് എൻ്റെ ലക്ക്, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലക്ക് 2026 ലക്ക് ഇതോടെ തീർന്നു ഗൈസ്. കഴിഞ്ഞ വീഡിയോടെ തീർന്നു. ഇനി നമുക്ക് എന്തെങ്കിലും ഹിറ്റ് ഉണ്ടെങ്കിൽ 2027 ബട്ട് എന്തായാലും നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കും.
എന്തെങ്കിലും ഹിറ്റ് വരാതിരിക്കത്തില്ല, എവിടെ എന്തെങ്കിലും വരാതിരിക്കത്തില്ല. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ. നൈസ്. എനിവേ ലെറ്റ്സ് സീ. നമ്മൾ ഇത്രയൊക്കെ ഓപ്പൺ ചെയ്യുന്നില്ല, നമുക്ക് ഒരു ഓൾട്ട് ആർട്ടെങ്കിലും കിട്ടാതിരിക്കത്തില്ല. അല്ലെങ്കിൽ ലിരിക്സ് ഗബൻ കഴിഞ്ഞു. കാരണം OP13 വർക്ക് തുടങ്ങി. നമുക്ക് ഒരിക്കലും ഹിറ്റ് കിട്ടാത്ത സെറ്റ്, അതതിൻ്റെ വർക്ക് തുടങ്ങി. പക്ഷെ PRBO2 അങ്ങനെയല്ല കേട്ടോ. നമുക്ക് എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ തരുന്നൊരു സെറ്റാണ് PRBO2. ഇപ്പോൾ PRBക്ക് ഇവിടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ചതിക്കരുത്. എന്തെങ്കിലും ഒരു ഓൾട്ടാർട്ടെങ്കിലും തന്നു കഴിഞ്ഞാൽ നന്നായിരുന്നു. ഒരു SCC കാർഡ് കിട്ടിയാലും കുഴപ്പമില്ലായിരുന്നു. എനിവേ ലെറ്റ്സ് സീ. നമുക്ക് PRBയിലാണ് എൻ്റെ ഹോപ്പ് മൊത്തം. PRBന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ജ്വല്ലറി പോയ നൈസ് രസമാണ്. നൈസ് SCC കാർഡ്. ഓക്കെ, എന്തെങ്കിലും പറഞ്ഞുണ്ട്. മിസ്റ്റർ 2 ബോൺ ക്യൂരയുടെ ഒരു SCC തന്നെ ഓൾറെഡി ഉള്ളൊരു കാർഡാണ്. പിന്നെ ക്യാരറ്റിൻ്റെ ഒരു ഡോൺ കാർഡ്. സോ വേണ്ട, പിന്നെയും ഒരു റീഡർ പാക്ക്. സോ ദുരന്തം വീഡിയോ ആയി പോയല്ലോ ഗൈസ്. ഒരു ഹിറ്റ് പോലും ഇല്ലാത്തൊരു കിടിലൻ ദുരന്തം വീഡിയോ. കുഴപ്പമില്ല. നമുക്ക് കിട്ടേണ്ട ഹിറ്റല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പുൾ ചെയ്ത കാരണം നമ്മളെല്ലാ വീഡിയോയിലും അങ്ങ് ഹിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കണ്ണ് കിട്ടിപ്പോവും. സോ ഇതൊരു കണ്ണ് കിട്ടിയ വീഡിയോ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാണ്. ഗോൾഡി റോജറിൻ്റെ ലീഡർ കാർഡ്. പിന്നെ ഓക്കെ, നമുക്കിനി ഈ 2 പാക്ക് PRBയുടെയും ഒരു 2 പാക്ക് ബാക്കിയുണ്ട്, OP13ൻ്റെയും 2 പാക്ക് ബാക്കിയുണ്ട്. അപ്പോൾ OP13ൻ്റെ ഇപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഒരുപാടൊന്നുമില്ല. സെങ്കോക്കു, ഐ ഹേറ്റ് മൈ ക്രൂ, ബഗി, ഡ്രാഗൺ ബ്രെത്ത്, എക്സ്ട്രേക്ക്, ജീസസ് ബർഗിയസ്, സാൻജിയുടെ SR, മാർഷൽ ഡീറ്റീച്ച്, എഡ്വേർഡ് ന്യൂഗേറ്റ്, സാൻജിയുടെ ഒരു ഫോയിൽ ഡോൺ. ഓക്കെ, ഇനി നമുക്ക് OP13 ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതൊക്കെ നൈസായിട്ട് പോയി വാങ്ങിച്ചെന്നുള്ളൂ. കാരണം ഇതിനിപ്പോൾ ഞാൻ ഇന്ന് വാങ്ങിക്കാൻ പോയില്ലെങ്കിൽ എനിക്ക് സാധനം പിന്നെ കിട്ടിയെന്ന് വരത്തില്ല. ജസ്റ്റ് ഓപ്പണിങ്ങിനായപ്പോലും പിന്നെ ഞാനിവിടെ കിടന്ന് വട്ടം തിരിയേണ്ടി വരും, പാക്സും ഒന്നും ഇല്ലാണ്ട്. അതുകൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ചു ചെയ്തു. അത് ഹിറ്റ് കിട്ടത്തില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പായിരുന്നു. കാരണം ഇതിൻ്റെ ഹിറ്റൊക്കെ ഞാൻ തന്നെ ഫുൾ ചെയ്തു. ലൈക്ക് ഒരു ബോക്സിൽ ഒരു ഹിറ്റ് എന്നാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നമ്മൾ ഓൾറെഡി ആ ഹിറ്റ് നമ്മൾ തന്നെ ഇവിടെ കരസ്ഥമാക്കി കഴിഞ്ഞിരിക്കുന്നു. എനിവേ മങ്കീരി ഡ്രാഗൻ്റെ വെക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഗോൾഡി റോജറിൻ്റെ SR. ഓക്കെ, സോ ഗൈസ്, നമ്മുടെ ഫുൾ ഹോപ്പ് ഈ ഓരോ പാക്കിലാണ്. നമുക്ക് ഇത്രയും നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്ത് കിട്ടിയേക്കുന്ന ആകെ ഒരു നോർമൽ SCC കാർഡാണ്. അതും PRB. അത് വലിയ സംഭവമല്ല. എനിവേ നമുക്ക് PRBയുടെ ഒരു പാക്ക് ഓപ്പൺ ചെയ്യാം. PRBയുടെ ഈ പാക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ PRBയുടെ ലാസ്റ്റ് പാക്ക്. ഇനിയിപ്പോൾ ഇല്ലുസ്ട്രേഷൻ ബോക്സസ് നമ്മുടെ ചാനലിൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നതല്ല. കാര്യം വേറെ ഒന്നുമല്ല, ഇനി ഇപ്പം മാർക്കറ്റിൽ ഇല്ലുസ്ട്രേഷൻ ബോക്സ് കാണത്തില്ല. ലാസ്റ്റ് വേവ് അങ്ങാണ്ടാണ് ഇപ്പോൾ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇല്ലുസ്ട്രേഷൻ ബോക്സിൻ്റെ ലാസ്റ്റ് PRBയുടെ ലാസ്റ്റ് പാക്കിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ? നമുക്ക് എപ്പോഴും കിട്ടുന്ന സാൻജി, കാർട്ടീന, ക്രൊക്കഡൈൽ, പിന്നെ സാൻജിയുടെ ഒരു ഡോൺ കാർഡ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. OP13ൻ്റെ ലാസ്റ്റ് പാക്ക്. OP13 മാത്രമല്ല, ഈ വീഡിയോയുടെയും ലാസ്റ്റ് പാക്ക് ആയിരിക്കും. ഇതൊരു ഹിറ്റ്ലെസ് വീഡിയോ ആയിട്ട് ഭാഗ്യം. എന്തായാലും ഇതൊരു ലീഡർ പാക്കല്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയ്ക്കുള്ള ചാൻസ് ഉണ്ട്. എനിത്തിങ് ഗോസ്. നമുക്ക് ഏതായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഏതായാലും കുഴപ്പമില്ല. ഒരു ഓൾട്ടാർട്ടോ ഒരു SCC എങ്കിലും കിട്ടിയാൽ കൊള്ളായിരുന്നു. കാരണം ഇത്രയും പാക്ക് ഓപ്പൺ ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് അടിച്ചത് ആ ബ്രോ പറഞ്ഞോട്ട് എൻ്റെ ഈ വർഷത്തെ ലക്ക് മൊത്തം കഴിഞ്ഞ വീഡിയോയിൽ തീർന്ന് നശിച്ച് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. സോ ഹെൽമെപ്പോ, ഇനസൂമ. എൻ്റെ മോനെ, ഞാൻ നോക്കി കാണുന്നൊരു കാർഡ് എനിക്ക് ഇത്രയും പാക്ക് ഓപ്പൺ ചെയ്ത ശേഷം കിട്ടി. ഭയങ്കര സന്തോഷം. ഇതെനിക്ക് കളിക്കാനുള്ള കാർഡാണ്. എൻ്റെ ഇതിലോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഞാൻ ഷോപ്പിൽ പോയിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു കാർഡ് കിട്ടില്ല. അത്രയും സൂപ്പർ കാർഡാണിത്. ഓക്കെ, ഇതിൻ്റെ ബാക്കിലാണ്. നമുക്ക് എന്തെങ്കിലും ഹിറ്റ് ഉണ്ടോ ഇല്ല നമുക്കിപ്പോൾ അറിയാം. ഇപ്പോൾ ഒരു തേങ്ങയില്ല. ഷാങ്സിൻ്റെ SR. ഓക്കെ, കഴിഞ്ഞപ്പോൾ നമ്മുടെ 4 ബോക്സ് ഇല്ലുസ്ട്രേഷൻ ബോക്സിൻ്റെ ഓപ്പണിങ് കഴിഞ്ഞു. നമുക്ക് ആകെ കിട്ടിയത് മിസ്റ്റർ 2 ബോൺ ക്യൂരെ ബെൻതമിൻ്റെ ഒരു SCC കാർഡ് മാത്രമാണ് നമ്മൾ ഇത്രയും പാക്ക് ഓപ്പൺ ചെയ്തിട്ട് കിട്ടിയത്. പിന്നെ എനിക്ക് കളിക്കാൻ വേണ്ടിയിരുന്ന എൻ്റെ ഒരു സെയിൻ ഷാലറിയുടെ ഒരു കോമൺ കാർഡും കിട്ടി. കാരണം അത് എബിലിറ്റി നോക്കി മനസ്സിലായി. ലുക്ക് അറ്റ് 3 cards on the top of your deck. Reveal up to 1 celestial dragon type card other than Saint Shalry and add it to your hand, then trash the rest. അപ്പം എനിക്ക് എൻ്റെ ഡെക്ക് ത്രൂ നോക്കാനും പിന്നെ എൻ്റെ ട്രാഷിൻ്റെ എണ്ണം കൂട്ടാനും വേണ്ടി ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. സോ ഞാൻ ഹാപ്പിയാണ്. ഇത് കിട്ടിയത് വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെ നിങ്ങളാരും ഗിവേയുടെ കാര്യം മറക്കണ്ട. അപ്പോൾ പോർട്ടാസ് DASൻ്റെ ഈ പ്രോമോ കാർഡ്, റോസിയാൻഡയുടെ ഈ പ്രോമോ കാർഡ്,
ആർലോങ്ങിൻ്റെ കിഡിലൻ ഓൾട്ട് റെയർ കാർഡ്, സാബോൻ്റെ ഒരു SR കാർഡ് പ്രോമോ ആണ്, പിന്നെ ട്രഫാഗറിലോടെയും ഈ പ്രോമോ കാർഡ്. സോ ഇത്രയും കാർഡ്സാണ് ഞാൻ ഗിവ് അവേ പറയുന്നത്. ഇതിൻ്റെ ഗിവ് അവേ വിന്നറിനെ നമുക്ക് ഉടനെ ചൂസ് ചെയ്യണം. എല്ലാവരും പങ്കെടുക്കുക. അപ്പം ഓൾ ദി ബെസ്റ്റ് എവ്രി വൺ. ഇന്നത്തെ വീഡിയോ ഹിറ്റ്ലെസ് വീഡിയോ ആണ്. നമുക്ക് ഹിറ്റൊന്നും ഇല്ലെങ്കിൽ പോലും ഐ എം ഗിവിങ് സംതിങ് ടു എവ്രി വൺ. എല്ലാവർക്കും വേണ്ടി ഞാൻ ഇത്രയും കാർഡ്സാണ് ഗിവ് അവേക്ക് വേണ്ടി വെച്ചേക്കുന്നത്. ഇത് കിട്ടുന്ന ആർക്കായാലും ഒരു കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാനും ഒരുപാട് നാളും കീപ്പ് ചെയ്യാനും പറ്റുന്ന കിട്ടിലും അല്ല അടിപൊളി ആർട്ട് വർക്കുള്ള അടിപൊളി കിട്ടിലെ 5 കാർഡുകളാണിത്. സോ ഗൈസ്, ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഐ വിൽ സീ യു സൂൺ. ബൈ.